ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു, സേഫായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. നമുക്കിന്നൊരു ഹോൾ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡെയിലി വെയറുകൾ കാണിക്കുന്നുണ്ട്. അതായത് ഓഫീസിലും പുറത്തൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സുകൾ, അതുപോലെ കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സുകളുമാണ് കാണിക്കുന്നത്. പാർട്ടി വെയർ എല്ലാം തന്നെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഹോൾ വീഡിയോയിലുള്ളത് എന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. നമുക്ക് ആദ്യം ഡെയിലി വെയർ കണ്ടിട്ട് പിന്നെ പാർട്ടി വെയറിലോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നമുക്ക് ഓഫീസിലും അതുപോലെ കോളേജിലും പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുർത്ത. യെല്ലോ കളറിലുള്ള എന്താ പറയുക, നല്ലൊരു കുർത്തയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിൽ പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ആകെയുള്ളത് ഈ ഒരു ലേസ് വർക്കാണ്. കണ്ടോ, ഈ ഒരു ലേസ് വർക്കാണ് ഇതിൻ്റെ ആകെയുള്ളൊരു അട്രാക്ഷൻ. പിന്നെ ഈ ഒരു യെല്ലോ കളറുള്ള കുർത്തയിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളത് പ്രിൻറ്റ് വർക്കാണ്. ഫുൾ പ്രിൻറ്റ് വർക്ക്, നല്ല വൈറ്റ് കളറിലുള്ള പ്രിൻറ്റ് വർക്ക്, സെയിം പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുള്ളത് രണ്ട് കൈയുടെ അറ്റത്തും അതുപോലെ തന്നെ ഫ്രണ്ടിലുമാണ്. ഇതുപോലെ ബോക്സ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലേസ് വർക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ആ ഒരു വൈറ്റ് പ്രിൻ്റാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു അട്രാക്ഷൻ. കണ്ടോ, നെക്കിലും വന്നിട്ടുണ്ട് ഈ ലേസ് വർക്ക്. റൗണ്ട് നെക്കാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ കൈ 3/4 അല്ല, കൈ നമ്മുടെ മുട്ട് വരെ ഉള്ളൂ. പക്ഷെ അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അത്ര വരെ ലെങ്ത് ഉള്ളൂ എങ്കിലും കാണാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തിയാണ്, കാഫ് ലെങ്ത്തോളം വരും. സൈഡ് സ്ലിറ്റ്സ് ഉണ്ട്, കണ്ടോ, സൈഡ് സ്ലിറ്റ്സ് ഉള്ള കുർത്തിയാണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ്, റെഗുലർ ഫിറ്റ് ആണ്. പിന്നെ നല്ല ഷേപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റിച്ചിങ് നല്ല ഷേപ്പായിട്ടുണ്ട്. കുർത്ത തന്നെ നല്ല ഷേപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു ഒതുക്കം കാണും. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. പിന്നെന്താണ്, അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ വാങ്ങിക്കുമ്പോഴേ ഇതിന് 379 ഇപ്പോഴും അത് തന്നെയാണ് റേറ്റ്. പിന്നെ ആകെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അത് പിങ്ക് കളറാണ്. അപ്പം ഞാൻ യെല്ലോ കളർ എടുത്തു. നല്ല മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ്. നല്ല വൃത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലാസോ പെയർ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ലെഗിങ്സ് പെയർ ചെയ്യാം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു എലിഗൻ ലുക്ക് കിട്ടും. നല്ല കുർത്തിയാണ്. അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി നിങ്ങൾക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്താ പറയുക, സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് കുറഞ്ഞ ഐറ്റംസിനെ നമുക്ക് അങ്ങനെ സ്റ്റൈലിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. നമ്മുടെ അടുത്ത ഡ്രസ്സും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത. ഇത് ബ്ലാക്ക് കളറിലുള്ള സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇതിലും കാര്യമായിട്ട് ഡിസൈൻ ഒന്നുമില്ല. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു എംബ്രോയിഡറി വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ത്രെഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ സോളിഡ് പാറ്റേൺ ആണ്. 3/4 ആണ് കൈ. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ്, സൈഡ് സ്ലിറ്റ്സ് ഉള്ള സ്ട്രെയിറ്റ് കുർത്ത. നല്ല ലെങ്ത് ഉണ്ട്, കാഫ് ലെങ്ത്തോളം വരും നമ്മുടെ ഈ കുർത്ത. പിന്നെന്താണ്, ഇത് റയോൺ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. എനിക്കൊരു ബ്ലെൻഡ് ആയിട്ടാണ്, മിക്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കിട്ടിയത്. 301 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിന് കളർ ചേഞ്ച് ഉണ്ട്, കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എനിക്ക് ടൈറ്റായിട്ട് തോന്നി ഹിപ്പിൻ്റെ ഒക്കെ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എക്സ്ചേഞ്ചിന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് ഇട്ട് കാണിക്കുന്നില്ല. അതർവൈസ് ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ യൂഷ്വൽ സൈസിനേക്കാളും ഒരു സൈസ് അധികമായിട്ട് ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്.
പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം കൈ നിങ്ങൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. 301 ഒരുപാട് ലാഭമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രസ്സും നമുക്ക് ആ ഒരു റേറ്റിന് ഒരുപാട് വേർത്താണ്. അപ്പോൾ നല്ലയില്ലേ, പ്രത്യേകിച്ച് ഈ ഒരു വർക്ക് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ലെഗിൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം, പ്ലാസോടെ പെയർ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതും സൂപ്പറാണ് കേട്ടോ. ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് സെയിൽസ് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പൈസ വാപ്പസിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6.5% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് പൈസ വാപ്പസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. PW30 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 30 റുപ്പീസ് ബോണസ് കിട്ടും. എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. ഗ്രാബ് ഡീൽ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലോട്ടേക്ക് പോകും. എന്നിട്ട് നമുക്ക് നോർമലായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്റ്റുകളാണ് വേണ്ടതെങ്കിൽ ആദ്യം പൈസ വാപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പ്രൊഡക്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്യുക. നേരെ ആമസോണിലോട്ടായിരിക്കും പോവുക. എന്നിട്ട് നോർമലായിട്ട് ഷോപ്പ് ചെയ്യുക. ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലെ അക്കൗണ്ട് സെക്ഷൻ പോയി നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് കാണാൻ പറ്റും. അത് കുറച്ച് ദിവസം പെൻഡിങ് ആയിട്ടായിരിക്കും കാണിക്കുക. പിന്നെ അത് കൺഫേം ആവും. നമ്മുടെ അക്കൗണ്ടിലെ വാളറ്റിൽ 99 രൂപയായി കഴിഞ്ഞാൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം ബാങ്കിലോട്ടേക്ക്. എന്നിട്ട് റിയൽ ക്യാഷാക്കി മാറ്റാം, അല്ലെങ്കിൽ വൗച്ചേഴ്സാക്കി മാറ്റാം, PayTMലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഫിറ്റ് ആൻഡ് ഫ്ലെയർ ടൈപ്പ് ഡ്രസ്സാണ്. ഇതാണ് ഡ്രസ്സ്. ഇതിൽ എന്താ പറയുക, ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോമ്പിനേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഡ്രസ്സാണ്. പക്ഷെ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. ഇതിന് അഫോർഡബിൾ റേറ്റ് ആണ്. ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിന് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത്, ഇതിനങ്ങനെ ഒരുപാട് ലെങ്ത്ത് ഒന്നുമില്ല. നമ്മുടെ കാൽമുട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അത്രയേ വരുള്ളൂ ഇതിൻ്റെ ലെങ്ത്ത്. പിന്നെ കൈ നമ്മുടെ എന്താ പറയുക, ഈ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വന്നിട്ട് കൈമുട്ട് വരെ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു കൈമുട്ട് വരെ ഉണ്ടാവും. അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇലാസ്റ്റിക് ആണ്. നല്ല സ്റ്റൈലിഷ് ആണ് സംഭവം. പിന്നെ ഇവിടെയും അങ്ങനെ തന്നെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക്. പിന്നെ ബട്ടൺസ് കൊണ്ടുള്ള ഡിസൈൻ ഉണ്ട്. ഇത് അഴിക്കാൻ പറ്റുന്ന ബട്ടൺസ് അല്ല, ആ ഒരു ഡിസൈനാണ്. കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കൊടുക്കും. പിന്നെ ഇങ്ങനെ പോക്കറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ 2 പോക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള, ഞാൻ ഇട്ട് നോക്കിയപ്പോഴേ തോന്നിയിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ഒരു കട്ട് കാണുന്നുണ്ടാവും. കണ്ടോ, ഇവിടെ ഒരു കട്ടുണ്ട്. അതും വന്നിട്ട് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഒരു മിഡി ടൈപ്പ് പോലെയാണ് നമുക്കിത് തോന്നുക. ഇത് ഫ്ലെയർ ആണ് സംഭവം. അപ്പോൾ അവിടെ അത് എനിക്ക് കുറച്ച് എന്താ പറയുക, ഒരു ബെല്ലി ബട്ടൺ അടുത്തായിട്ട് വരും ഈ ഒരു കട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം വയറുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. അതായത് ഈ സംഭവം ഈ ഒരു കട്ടിന് മേലെ ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെ. അപ്പോൾ അതെനിക്ക് ആകെപ്പാടെ അവിടെ മാത്രം എന്തോ ഒരു പോലെ തോന്നി. അതുകൊണ്ട് ഞാനത് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ ഒരു പർച്ചേസിൽ. പക്ഷേ അതർവൈസ് ഈ ഡ്രസ്സ് ഓക്കെയാണ്, അടിപൊളിയാണ്. ക്വാളിറ്റി വൈസ് ഓക്കെയാണ്, സ്റ്റിച്ചിങ് വൈസ് ഓക്കെയാണ്, ഡിസൈൻ വൈസ് ഓക്കെയാണ്, സ്റ്റൈലിഷാണ്, എല്ലാം ആണ്. പക്ഷേ ഈ ഒരു കട്ട് എനിക്ക് പ്രോബ്ലമാണ്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഹൈറ്റ് ഉള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിതിൻ്റെ റിവ്യൂസ് ചെക്ക് ചെയ്തപ്പോൾ അവരിട്ട ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കാര്യമായിട്ട് കുഴപ്പം കണ്ടിട്ടില്ല. മോഡലിട്ട ഫോട്ടോയിലും കാര്യമായിട്ട് കുഴപ്പം കണ്ടിട്ടില്ല. മോഡലൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹൈറ്റുള്ള അത്യാവശ്യം വയറൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഡ്രസ്സ് സൂപ്പർബായിരിക്കും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡേറ്റിങ്ങിന് പോകുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും കോളേജിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 549 ആണ്. 549 വേർത്താണ് കേട്ടോ. 549 ഒരുപാട് വേർത്താണ്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. നല്ല ഡ്രസ്സാണ്. ഈ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. മോഡലിൻ്റെ പിക്ചർ പറ്റുമെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ. പിന്നെ നമ്മുടെ ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് സ്യൂട്ട് ആവുമോ എന്നുള്ളത്. നമ്മുടെ അടുത്ത ഡ്രസ്സും ഫിറ്റ് ആൻഡ് ഫ്ലെയർ ടൈപ്പാണ്. പക്ഷേ മാക്സി ഡ്രസ്സാണ്. ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഓണിയൻ സ്കിന്നിൻ്റെ കളറാണ്. ഇത് ഷിഫോൺ ഡ്രസ്സാണ്. ക്ലോത്ത് വന്നിട്ട് ഷിഫോണാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷിഫോൺ പർച്ചേസ് ചെയ്യുന്നത്. അറിയാലോ, ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണ്.
ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്, ഫുൾ ലെങ്ത് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ, ഈ ഡ്രസ്സിൻ്റെ അടിയിൽ പാൻറ് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, കാരണം ഇതിൻ്റെ അടിയിൽ ലൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ, ഇനി ഞാൻ പറഞ്ഞിട്ട് ഇട്ടിട്ടില്ല എന്ന് വേണ്ട. കണ്ടോ, ലൈനിങ് വരുന്നുണ്ട്. ഇത് ഈ ഒരു ക്ലോത്തിനുള്ളിൽ വരുന്ന ലൈനിങ് ആണ്, കട്ടിയുള്ള ലൈനിങ് ആണ്, ട്രാൻസ്പാരൻ്റ് അല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് പാൻറ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. പിന്നെ വരുന്നത് കണ്ടോ, ഈ ഒരു നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ തന്നെ ബെൽറ്റ് വരുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഈ ഡ്രസ്സ് സ്റ്റൈലിഷ് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ ഇടണം യാതൊരു നിർബന്ധവും ഇല്ല, നമുക്ക് ഹെയർ ബാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം, ഇങ്ങനെ മുടി കെട്ടി വെക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റൈലിഷ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്ലോത്തിനെ പറ്റിയിട്ട് പറയാം. ഈ ക്ലോത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റൗണ്ട് നെക്കാണ്, സോഫ്റ്റാണ് സംഭവം, ലൈറ്റ് വെയിറ്റ് ആണ്, ഇട്ട് കഴിഞ്ഞാലും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന് ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, അതൊരു നമ്മുടെ എന്താ പറയുക ചാണകപ്പച്ച കളറില്ല, ആ ഒരു കളറാണ്. പിന്നെ ഇതിലൊരു എന്താണ് ഇതിൻ്റെ ഫ്ലോറൽ ഫുൾ ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. കളറാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ കൈ വന്നിട്ട് പഫ് സ്ലീവ്സ് ആണ്, ഇലാസ്റ്റിക് ആണ്, നമ്മുടെ എന്താ പറയുക കൈമുട്ട് വരെ ഉള്ളൂ കൈ, നല്ല ലെങ്ത് ഉണ്ട്, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, നേരത്തെ ഞാൻ ഡേറ്റിംഗ് എന്നാണ് പറഞ്ഞത്, ഔട്ടിംഗ് ആണ് കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോൾ ഇനി കാഷ്വൽ വെയർ ആണെങ്കിൽ അങ്ങനെ ആക്കാം, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, നൈറ്റ് പാർട്ടി ടൈമിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ, എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ചെറിയ കമ്മലുകളില്ല, അങ്ങനെ പേളിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ചെറിയ കമ്മലുകൾ, അങ്ങനെ എന്തെങ്കിലും കഴുത്തെന്തായാലും ഇങ്ങനെ കുറച്ച് കയറിയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഇയർ റിംഗ് ഇട്ടിട്ട് ഇതിനെ സ്റ്റൈലിഷ് ആക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 525 525 ഈ ടൈപ്പ് ഡ്രസ്സ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഭമാണ്, വേർത്താണ്. അപ്പം എനിക്കിഷ്ടമായി, നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം നിങ്ങൾ പറയട്ടോ, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത്. നെക്സ്റ്റ് ഡ്രസ്സും ഫ്ലെയർ ടൈപ്പ് ഡ്രസ്സാണ്, പക്ഷെ ഒരു ഗൗണാണ്, ഒരു അനാർക്കലി കുർത്ത, നല്ല ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവ്സൊക്കെ ഫുൾ ലെങ്ത് ആണ്. ഇത് ഞാൻ ലാർജാണ് എടുത്തത്, പക്ഷെ എനിക്ക് വലുതാണ് കേട്ടോ, ഓവറോൾ എനിക്ക് വലുതായിട്ട് തോന്നി. കൈയൊക്കെ എന്താ പറയുക നല്ല ലൂസാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. ബ്ലാക്ക് കളറിൽ മൊത്തം പ്രിൻറ്റ് വർക്കാണ് വന്നിട്ടുള്ളത്, പിങ്കും അതുപോലെ തന്നെ ഗോൾഡൻ കളറിൻ്റെ ഒക്കെ പ്രിൻറ്റ് വർക്ക്. അപ്പോൾ ഇതാണ് പാറ്റേൺ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഈ ക്യാമറയിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ, നേരിട്ട് കാണുന്നതിനേക്കാളും അടിപൊളിയാണ് ക്യാമറയിൽ. അപ്പോൾ കഴുത്തൊക്കെ കണ്ടോ, കഴുത്ത് വീനക്കാണ്, എന്നിട്ട് ഒരു ക്രോസ് വന്നിട്ടുണ്ട്, ഈ ഒരു കട്ട് വരെ, ഈ ഒരു അനാർക്കലി കട്ട് വരെ ഈ ഒരു ക്രോസ് വന്നിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ, പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു കളറ്. കൈ ഞാൻ പറഞ്ഞതുപോലെ ഫുൾ സ്ലീവ്സ് ആണ്, ഇവിടം വരെ ഉണ്ടാവും. കൈയുടെ അറ്റത്ത് ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ അറ്റത്ത് കണ്ടോ, നല്ല ഭംഗിയില്ലേ, മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങിൽ ഇന്ന് കാണിച്ച ഡ്രസ്സുകളിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ളതും ഈ ഒരു ഡ്രസ്സിനാണ്. ഇത് സംഭവം കോസ്റ്റ്ലി ആണ്, 899. അപ്പോൾ ഒരു 899 പാർട്ടി വെയർ കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ലാഭമാണ് കേട്ടോ, വേർത്താണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, റയോൺ മെറ്റീരിയൽ ആണ്. അപ്പം ഫിറ്റ് വന്നിട്ട് റെഗുലർ ഫിറ്റാണ് കേട്ടോ, അപ്പം നമ്മുടെ കറക്റ്റ് സൈസ് തന്നെ ഓർഡർ ചെയ്താൽ മതി. പിന്നെ സൈഡിൽ കണ്ടോ, സൈഡിൽ ഇങ്ങനെ ഒരു കെട്ട് വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ള, ഓവറോൾ എന്താ പറയുക നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. നമുക്ക് എന്താ പറയുക ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്. നമുക്കിത്
അന്നേരം ഡെയിലി എന്താ പറയുക ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഡെയിലി വെയറായിട്ട് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഒരു എന്താ പറയുക കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇയർ റിംഗ് ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ കൊള്ളാം കേട്ടോ, സ്റ്റിച്ചിങ് ഒക്കെ കൊള്ളാം, കംഫർട്ടബിൾ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക്സ്, അതായത് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ മതി. ആ ലിങ്കിൽ എല്ലാ ഡ്രസ്സുകളും കാണും കേട്ടോ. അപ്പോൾ എന്താണ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, അതായത് ഹോൾ വീഡിയോയിൽ കാണിക്കേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാനതൊരു എന്താ പറയുക സെപ്പറേറ്റ് ഒരു ഹോളാക്കാണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കാണിക്കുക. ഇപ്പം നിങ്ങളൊരു ബാഗ്സിൻ്റെ ഹോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ചിലപ്പം ബാഗ്സിൻ്റെ ഹോൾ വീഡിയോ ആയിട്ട് വരില്ല, അതിങ്ങനെ മിക്സ് ആക്കിയിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യണം, നിങ്ങളുടെ കമൻസൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.